ഹായ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം ഭയങ്കര ചൂടല്ലേ, ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു ഡിസ്കളറേഷനും ആ ഒരു കരിവാളിപ്പും നമ്മൾ ഒത്തിരി വെയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഓടി വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ഫേസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഫേസ് നല്ലപോലെ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകുക കേട്ടോ. ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കഴുകിയതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. അപ്പം നമുക്ക് പായ്ക്കിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലോട്ട് പോകാം കേട്ടോ. നമുക്കിതുപോലൊരു ചെറിയ ബൗൾ എടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് കാപ്പിപ്പൊടിയാണ്. അപ്പം ഞാൻ ഇത്രയും കാപ്പിപ്പൊടി ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കടലമാവാണ്, കടലപ്പൊടി. ഇത്രയും കടലപ്പൊടിയും ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളിയുടെ ഈ ജ്യൂസ് നമ്മളിതൊന്ന് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ജ്യൂസ് ഇതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണേ. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കാവേ. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ 3 സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന വെയിലടിച്ചിട്ട് ഉണ്ടാവുന്ന കരിവാളിപ്പ് നല്ല വൃത്തിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമുക്ക് ഇതിനകത്തുള്ള അത്രയും പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാപ്പിപ്പൊടി, കടലമാവ്, തക്കാളിയുടെ നീര് കേട്ടോ. ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പായ്ക്ക് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. തക്കാളിയുടെ ജ്യൂസിന് പകരം നമുക്കിതിനകത്ത് തൈര് ചേർക്കാം കേട്ടോ. തൈര് സൂപ്പറാണ്. പിന്നെ അല്ലെങ്കിൽ പാല് സ്യൂട്ടാകാത്തവർ തൈര് ഉപയോഗിക്കുക. തൈര് ഉപയോഗിച്ചിട്ട് സ്യൂട്ടാകാത്തവർ തക്കാളി ഉപയോഗിക്കുക. അങ്ങനെ ഇതൊന്നും സ്യൂട്ടാകാത്തവർ സാധാ നോർമൽ നമ്മുടെ വാട്ടർ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ആദ്യം നമ്മളൊരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പായ്ക്ക് പിന്നെ കട്ടിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. നല്ല സൂപ്പർ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പായ്ക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ചൂട് ഇപ്പോൾ ഭയങ്കര ചൂടല്ലയോ, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. നമ്മൾ ചൂടത്ത് നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിൽ ഒരുപാട് സൺടാൻ അടിക്കുന്നുണ്ട്. നല്ല പോലെ നമ്മുടെ കൈകളായാലും ഇതൊക്കെ നമുക്ക് കയ്യിലൊക്കെ തേക്കാം കേട്ടോ. കയ്യിലായാലും നമ്മുടെ ഫേസിലായാലും നെക്കായാലും എല്ലാം ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ ഈസിയായിട്ട് ഈ ഒരു പാക്ക് ഇട്ടാൽ പെട്ടെന്ന് ഒരു വേനൽക്കാല സംരക്ഷണം എന്ന് പറയാം കേട്ടോ ഈ ഒരു പാക്കിന് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫേസ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടി വരില്ല. അപ്പം ഞാൻ എൻ്റെ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മസാജ് ചെയ്തിട്ട് കാണിച്ചു തരാവേ.
നല്ലൊരു മസാജ് കൊടുക്കാം. എന്നിട്ട് കഴുകി കാണിച്ചു. ഓക്കെ, സൂപ്പർ അല്ലയോ? അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എന്തുമാത്രം സൂപ്പറാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെയിൽ കൊണ്ടിട്ട് എത്ര വെയിൽ കൊണ്ട് കരുവാളിച്ച് വന്നാലും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടലമാവ്, കാപ്പിപ്പൊടി, തൈരല്ല, തക്കാളിയുടെ ജ്യൂസ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഒരു പായ്ക്ക് ഉണ്ടാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. സാധാ പച്ചവെള്ളത്തിൽ കേട്ടോ. തൈരും പിന്നെ പാലും തക്കാളിയൊക്കെ സ്യൂട്ടാകാത്തൊരു നോർമൽ വാട്ടറിൽ ചെയ്താൽ മതി. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നല്ല നല്ല കമൻറ്റ്സ് ഇടുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.